ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നല്ല അടിപൊളി ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ? നല്ല രീതിയിൽ എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഫോള് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഫോൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ബജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയിലും അതുപോലെ തന്നെ ഇന്ന് RBI ഗവർണറുടെ ഇൻഫ്ലേഷൻ ഡാറ്റയിലും ചെറിയൊരു മിസ്മാച്ചും ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇങ്ങനെയുള്ള എന്താ പറയുക, അൺസർട്ടനിറ്റി ഒന്നും മാർക്കറ്റിന് ഇഷ്ടമില്ല. കാരണം മാർക്കറ്റ് പ്യൂർലി പോകുന്നത് തന്നെ ട്രേഡേഴ്സിന്റെ അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഇമോഷന്റെ പുറത്ത് മാത്രമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് എന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന റീസൺ എന്ന് പറയുന്നത്. വീണതിന് ശേഷം, അതായത് മൂവ് ഉണ്ടായതിനു ശേഷം മൂവിന്റെ കാരണം അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് അതിനകത്ത് ഉപകാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ഇന്ന് ടെലിഗ്രാം ചാനലിൽ പ്രോപ്പറായിട്ട് ഞാൻ ലെവൽസും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എവിടെയാണോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ്, ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പും എനിക്ക് സിയിലേക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ ആ ട്രേഡ് നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്ക് ഞാൻ ആ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ക്യാൻഡിൽ സഡൻ ആയിട്ട് ഡ്രോപ്പായി, പ്രോപ്പറായിട്ട് നല്ലൊരു സ്റ്റോപ്പ് ലോസും കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനും പ്രോഫിറ്റിലേക്ക് എൻഡ് ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളതാണ്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷവും നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. ഏകദേശം 10,200 പോയിന്റിന്റെ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. അറൌണ്ട് 44,900 വരെയൊക്കെ മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മാർക്കറ്റ് മുകളിൽ നിന്ന് വരുന്നത് 4600 എന്നാണ്. അത്രയും നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ കഷ്ടകാലത്ത് എക്സ്പയറി ഒരു ലൂട്ടാണോ എന്നുള്ളതായിരുന്നു ഞാൻ തമ്പനയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ എക്സ്പയറി ഒരു ലൂട്ട് അല്ലായിരുന്നു. ഇന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് മൂവ് നമുക്ക് നിഫ്റ്റിയിലും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എക്സ്പയറി ആയതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു അൺസർട്ടനിറ്റി അവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു മൊമെന്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി നാളെ നോക്കാം. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സെൻസെക്സിന്റെ പ്രീമിയത്തിന്റെ കാര്യം നമുക്ക് ഓർമ്മയില്ലേ? ചെറിയൊരു പ്രീമിയം പോയിട്ട് 1000+ ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. നാളെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിന് മുമ്പ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് നാളെ എങ്ങനെ ഓപ്പൺ ആവുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കാൻ പോകുന്നത്. മാർക്കറ്റ് നാളെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കണ്ട മൂവിന്റെ അതേ ഒരു ഡയറക്ഷൻ മൂവ് താഴത്തേക്ക് കാണാൻ പറ്റും. ഇനി അതല്ല മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അതൊരു കൺസോൾട്ടേഷൻ ഡേ ആയിട്ട് മാറാനുള്ള സാധ്യത അവിടെയുണ്ട്. കാരണം ഇങ്ങനെ ഒരു വൺ ഡയറക്ഷൻ മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് അതേപോലെ റിക്കവർ ആവുന്ന ഒരു സിനാരിയോസ് യൂഷ്വലി ഉണ്ടാവാറില്ല. ഇനി നോക്കാം, നമുക്ക് ലൈവ് മാർക്കറ്റിൽ എന്താണ് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്നൊക്കെ നോക്കാം. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ അപ്ഡേഷൻസ് ഉണ്ടായിരുന്ന ടെലിഗ്രാം ചാനൽ ലൈവിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ആവണം നമ്മുടെ നാളത്തേക്കുള്ള ട്രേഡ് പ്ലാനുകൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നാളെ നമ്മളുടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ടോപ്പിക് വരുന്ന ദിവസമാണ്. എന്ത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പറയാം, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലാത്ത വേറെ ഏതെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടന്റ് പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നമുക്ക് ആദ്യം ടെലിഗ്രാം ചാനലിൽ ഒന്ന് പോയി നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 10:28 പറഞ്ഞത്. 40 അപ്പർ ലെവലിലേക്ക് പിന്നെ നമ്മൾ നോക്കണ്ട, അങ്ങോട്ടേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. 45,900 എന്നുള്ള ലെവൽ പറയുന്നത് 10:28. ഈ ഒരു ക്യാൻഡിലാണ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. 45,900 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ്. ഇത്രയും വലിയ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രേഡിലേക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു പോയിന്റിൽ ഞാൻ എവിടുന്ന ട്രേഡ് എടുത്തതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിന് മുമ്പ് എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു. ഇതിനെ ക്ലോസ് ചെയ്യുന്നു, ഇതിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ പോകുന്നു. ഇവിടെ വെച്ചിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തു. വെരി നെക്സ്റ്റ് മിനിറ്റ്, അങ്ങനെ തന്നെ പറയാം, ലിറ്ററലി 1 മിനിറ്റ് കൊണ്ട് തന്നെ എന്ന് തന്നെ പറയാം. നമുക്ക് ഞാൻ 2 മിനിറ്റ് 3 മിനിറ്റ് എങ്ങാണ്ട് അതിനകത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ആ ട്രേഡ്, അഥവാ റിവേഴ്സ് ആയാലോ എന്നുള്ള മൈൻഡിൽ. ബട്ട് നമുക്ക് നോക്കി അവിടെ കാണാൻ പറ്റും 2-3 മിനിറ്റ് കൊണ്ട് എടുത്ത പ്രീമിയം ഉണ്ടല്ലോ, അത് പോകുന്ന വഴി ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കി 1, 2, 3 ക്യാൻഡിൽ കൊണ്ട് പരിപാടി അവൻ തീർത്ത് കളഞ്ഞ്. അവിടെ വെച്ചിട്ട് ഞാൻ ആ ലോസിനെ കട്ട് ചെയ്തു, ലോസിനെ ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ 900 താഴെയായിട്ട് ക്ലോസ് ചെയ്തതിനു ശേഷം 900 വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റ് ആണ്. 1 സെക്കൻഡ്. ഈ ഒരു ക്യാൻഡിലാണ് 900 താഴെയായിട്ട് ക്ലോസ് ചെയ്തത്.
ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ഇതാണ് ആ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്തായെന്നറിയോ, ഒന്ന് റിവേഴ്സലായി. ഈ ഒരു റിവേഴ്സൽ ഞാൻ ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ പ്ലേസ് ചെയ്തു. ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക് ഔട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തു. ഇതിന്റെ മുകളിലായിട്ട് ഞാൻ എൻ്റെ SL കീപ്പ് ചെയ്തു. ആൻഡ് എനിക്ക് അറിയാമായിരുന്നു ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ SL ഇതിന്റെ മുകളിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ SL എനിക്ക് വലിയൊരു SL ആയിരിക്കും എന്നുള്ളത്. സോ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഒരു റിസ്ക് എടുത്തു എന്നുള്ളതാണ്. ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഞാൻ റിസ്ക് ഞാൻ എടുത്തു എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്തു. ആൻഡ് ഞാൻ ഡണ്ണ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 11:08 ഞാൻ ആ ഒരു പരിപാടിനെ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. 11:05, 11:07, 11:08 ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഞാൻ ഈ പരിപാടിനെ വൈൻഡപ്പ് ചെയ്തു. ആൻഡ് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് എത്തിയിട്ടുള്ളത് 45,200 എന്നുള്ള പോയിന്റിലേക്ക് എത്തി. ആൻഡ് അതിനുശേഷം അവിടെ പ്രോപ്പറായിട്ട് 5 മിനിറ്റിൽ കാണിച്ചിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 11:10. സോ കണ്ടോ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ. സോ ഇത്രയും നല്ലൊരു ഫോൾ ഉണ്ടായതിനു ശേഷം ഇവിടെയായിട്ട് എഗെയിൻ ഒരു ന്യൂട്രൽ ഡോജി ക്യാൻഡിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ ഒരു ഫോളോ ത്രൂ കിട്ടണം, അല്ലെങ്കിൽ ഒരു മുകളിലേക്ക് വലിയാൻ നോക്കുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. സോ മുകളിലേക്ക് എത്രത്തോളം വലിയാൻ നോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നത് ഇവിടെയായിട്ടൊരു റണ്ണവേ ഗ്യാപ്പ് ഉണ്ടാവും, റണ്ണവേ ഗ്യാപ്പ് വരെ പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ആകുമ്പോഴേക്കും എടുക്കുന്ന പ്രീമിയം മൊത്തത്തിൽ തീരും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ട്രെയിനിനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ ഇനി നാളത്തേക്ക് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുള്ളായിരുന്നു. ഇന്നലെ നമ്മൾ ആ റേഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, റേഞ്ച് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത്ര ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഒന്നും ആയിരുന്നില്ല. ബട്ട് എന്നാലും പിന്നെ ആ ഒരു ലെവലിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രീവിയസ്ലി നമ്മൾ കണ്ടിട്ടുള്ള പ്രോമിസിംഗ് ക്യാൻഡിൽ ഇതായിരുന്നു. നല്ല ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇനി ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടും. ആ ഒരു മൂവ് 44,450 എന്നുള്ളത് വരേക്കും അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി നാളെ തന്നെ ഒറ്റ ദിവസം കൊണ്ടുള്ള മൂവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കിട്ടിയാലും സർപ്രൈസിങ് ആവുന്നും വേണ്ട, കാരണം നല്ല ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ആ ഒരു ഡാറ്റാസ് കാണാനും പറ്റുന്നുണ്ട്. ആൻഡ് ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് പ്രത്യേകിച്ച് ഇതിനകത്ത് അഭ്യാസങ്ങളൊന്നും കാണിക്കേണ്ടതില്ല. ഇവിടെയാണ് മാർക്കറ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് 44,900 എന്നുള്ള ലെവല്. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇതിനകത്ത് പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ പ്രൈസ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. 150 എന്നുള്ള ലെവല്, 45, 150 ആൻഡ് 160 എന്നുള്ള ലെവല്. സോ ഈ ഒരു രണ്ട് ലെവലിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. ഓഫ്കോഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലേക്കുള്ള ട്രേഡുകൾ എന്തായാലും ഈ ഒരു ലെവലിന്റെ മുകളിൽ മാത്രമായിരിക്കണം. ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ സിയിൽ പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ മുകളിലേക്കുള്ള ട്രേഡുകൾ നിങ്ങൾ നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് 900ന്റെ താഴെയായിട്ട് 700 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും. 700ന്റെ താഴെയായിട്ട് 500 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. സോ ആ രണ്ട് ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, ലെറ്റ്സ് സേ ഒരു 300+ പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ നമ്മുടെ ആ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പരിപാടി ആയിരിക്കും ഉണ്ടാവുക. കാരണം ഫസ്റ്റ് ഒരു റിവേഴ്സൽ മൂവ് ഉണ്ടാവും ആൻഡ് അത് സ്കാൽപ്പിംഗ് ആയിട്ട് മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ട്രെൻഡിനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് നോക്കാം. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ, നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടായാൽ മതിയല്ലോ. സോ അങ്ങനെ ആയിരിക്കും നാളത്തേക്കുള്ള ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവുക. ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നത് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓഫ്കോഴ്സ് അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യാം, വാച്ച് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ദിവസം ട്രേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാണ്ടിരിക്കാം നമുക്ക്. അതിനുശേഷം അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് പ്രൈസ് ആക്ഷൻ കിട്ടിയതിന് മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും മൂവ്മെന്റ് സ്ലോ ആൻഡ് സ്റ്റഡി മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ ഓരോ പോയിന്റിലും മാർക്കറ്റ് ഹട്ടിലെടുക്കും. ഇവിടെയൊക്കെ എത്തുമ്പോൾ സെല്ലേഴ്സ് ട്രൈ ചെയ്യുന്നതാണ്. സോ അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ്ങിനെ കുറിച്ച് നാളത്തേക്ക് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ? നിഫ്റ്റി ബ്രൂട്ടൽ ഫോൾ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ അതേപോലെ തന്നെയായിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ബ്ലാസ്റ്റിംഗ് എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിന്നിംഗ് പെർസെന്റേജ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാനും പറ്റുന്നുണ്ട്. നല്ല കാര്യമാണ്. ആൻഡ് എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്. 665 എന്നുള്ള ലെവലാണ്. 21,665 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആവറേജ് ക്ലോസിംഗ് ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ലെവലിലാട്ടോ, 700 ആ ലെവലിലാണ്. ആരെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ ഒരു 4-5 പ്രാവശ്യമെങ്കിലും എന്താണ് ആവറേജ് ക്ലോസിംഗ് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ, ആവറേജ് ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ. സോ ആ ഒരു ആവറേജ് ക്ലോസിംഗിന്റെ ഭാഗം ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം കാണുക. അതിനുശേഷം മാത്രം ക്യാരി ഫോർവേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആവറേജ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ കോൾ ആണെന്നുണ്ടെങ്കിലും പുട്ടാണെന്നുണ്ടെങ്കിലും
അപ്പോഴേക്കും പരിപാടി തീർന്നിട്ടുണ്ടാവും. സോ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്യാൻഡിലെ ഹൈ തന്നെ മാർക്ക് ചെയ്യാം. അതായത് പിന്നെ 21,765 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. 765 770. സോ ഈ ഒരു 2 ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു 2 ലെവലിന്റെ താഴെ മുകളിലായിട്ട് മൊമെന്റ് ഉണ്ടാവുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പറഞ്ഞതുപോലെ തന്നെ അഗ്രസീവ് ആവാണ്ടിരിക്കുക. കാരണം നല്ല ഒരു മൊമെന്റം വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ 765 മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 820 എന്നുള്ള ലെവലായിരിക്കും. ആൻഡ് 820യുടെ മുകളിൽ അടുത്തതായിട്ട് ഹഡിൽ വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് തന്നെയാണ്. സോ 860 എന്നുള്ള ലെവലായിരിക്കും. സോ ഈ 2 ലെവലിനെയും വാച്ച് ചെയ്യാം. താഴത്തേക്കാണ് വരുന്നതെങ്കിൽ 665 എന്നുള്ള ലെവലിന് 670 എന്നുള്ള ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് 600 എന്നുള്ള ലെവലിലായിരിക്കും. ആൻഡ് അതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോളോ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവൽസിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ട്രെൻഡ് ലൈന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നലെ നമ്മളിവിടെ ട്രെൻഡ് ലൈന് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മാരകമായിട്ടുള്ള ഫോളോ നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. ഇനി എന്താണ് നമ്മൾ പിന്നെ നാളത്തെ എക്സ്പയറി ഫിൻ നിഫ്റ്റിയിൽ സെൻസെക്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സെൻസെക്സിലും ബേസ് ആയിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എന്താണോ അത് തന്നെയാണ് ഓൾമോസ്റ്റ് സെൻസെക്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് വാല്യൂ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ 71,250 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം നമുക്ക്. 71,250 ഓൺ ദ അപ്പർ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് 71,660 എന്നുള്ള ഈ ഒരു ലെവലാണ്. സോ ഈ ഒരു 2 റേഞ്ചിൽ വാച്ച് ചെയ്യുക. അതിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. ഈ ഒരു ലെവലിനെ എങ്ങോട്ടേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക, ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനോ കാത്തിരിക്കാവുന്നതാണ്. ഇനി ഇന്നിപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എന്താക്കിയിട്ടുണ്ട്, ഒരു ദർവാസ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ പ്രോപ്പറായിട്ട് ദർവാസ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു വരവ് വന്നിട്ടുള്ളത്. സോ അതേപോലെ തന്നെ ഒരു റേഞ്ച് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റും. ആൻഡ് എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? HDFCയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോയിന്റ് ആയിരുന്നു. ആ ഒരു പോയിന്റിന്റെ മുകളിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത് കണ്ടോ? ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇതിനകത്തൊരു ഹഡിലെടുത്തു. അതിനുശേഷം ഒരു ഇൻവേർട്ടഡ് ഹാമർ ഉണ്ടാക്കിയ 50 മിനിറ്റിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോൾ ആയിരുന്നു ആ ഒരു അനൗൺസ്മെന്റിന് ശേഷം. സോ ആസ് ഓഫ് നൗ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് 1400 തന്നെയാണ്. 1400 വാച്ച് ചെയ്യുക. 1400 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. 1400 ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാണ്ടിരുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പ്രീവിയസ്ലി ഈ 1400 എന്നുള്ള ലെവലിന്റെ താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ തന്നിട്ടാണ് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് അതിന് മുമ്പുള്ള ഡാറ്റാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അതായത് പിന്നെ 22-ലാണ് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 1375 വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 335 ആൻഡ് അതിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 285. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു 1400 എന്ന ലെവലിനെ HDFCയിൽ നിർബന്ധമായിട്ടും വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ICICI ബാങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു. 1015 എന്ന് പറഞ്ഞ ലെവൽ, 1415 എന്ന് പറഞ്ഞ ലെവൽ. സോ അതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്ന് നല്ലൊരു ഫോൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ 988 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 988ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഇൻട്രാഡേയിൽ നല്ലൊരു മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ എന്ത് ലെവൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇത് തന്നെയാണ്. 1060 എന്നുള്ള ലെവലാണ്. 1060യുടെ താഴെ വന്നപ്പോൾ നല്ലൊരു ഫോൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1030 എന്നുള്ള ലെവലിനാണ്. 1030യുടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ല ഒരു മൂവ്മെന്റ് താഴത്തേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ്? കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ 1 സെക്കൻഡ് ഞാൻ ഡ്രോയിങ്സിനാണ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1750 നമ്മൾ വാച്ച് ചെയ്യുക. 1750യുടെ താഴെയാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് നമ്മൾ കാണേണ്ടതുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? ഇൻഫി ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടെ നിന്നാണ് ആ ഒരു പുഷൊക്കെ വന്നിട്ടുള്ളത്. സോ 1682 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഗൈൻ TCSൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4080 എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലാണ്. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ സർപ്രൈസിംഗ്ലി റിലയൻസ് ഒന്ന് ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ്. റിലയൻസ് കൂടി പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അവസ്ഥകൾ ഒന്നും കൂടി പരിതാപകരമായാണ്. ആൻഡ് ലെവൽ വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2865 എന്നുള്ള ലെവലാണ്. 2865ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്തിട്ടൊന്നും ജോയിൻ ചെയ്യാണ്ടിരിക്കുക, ഒരുപാട് ഫേക്ക് ചാനൽസ് വരുന്നുണ്ട്. സോ ലിങ്ക് യൂസ് ചെയ്തിട്ട് മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.